ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. 3 മാസത്തിന് ശേഷം നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്നൊരു ചെറിയ വ്ളോഗാണിത്. ആൻഡ് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വ്ളോഗ് കൂടിയാണ്. നമ്മൾ നോർമലി ബസ്സിനെയാണ് നാട്ടിലേക്ക് പോവാറ്. കാരണം നമുക്ക് ട്രെയിന് ടിക്കറ്റ് അവൈലബിൾ ആവാറില്ല. ആൻഡ് നമ്മൾ പോയത് ഫ്രൈഡേ ആണ്. അന്ന് ഏട്ടന് വർക്ക് ഉണ്ടായിരുന്നു. ഏട്ടൻ വർക്ക് കഴിഞ്ഞ് എത്തിയത് അറൗണ്ട് 8 o'clock ആയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് കാരണം ഏട്ടൻ വന്നു, നമ്മൾ ഫുഡ് കഴിച്ചു, അപ്പോൾ തന്നെ ക്യാബ് ബുക്ക് ചെയ്തു, ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫ്ലാറ്റിൽ നിന്ന് അറൗണ്ട് 1 hour ട്രാവൽ ഉണ്ട് നമുക്ക് ബസ് കയറേണ്ട സ്ഥലത്തേക്ക്. കലാസിപ്പാളയം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമ്മൾ ബസ് കയറുന്നത്. ബാംഗ്ലൂരിലെ ട്രാഫിക് നമുക്ക് അറിയുന്നത് കാരണം നമ്മൾ എപ്പോഴും കുറച്ച് നേരത്തെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങാറുണ്ട്. ബട്ട് അന്ന് ഏട്ടൻ ഓഫീസിൽ നിന്ന് വരാൻ കുറച്ച് ലേറ്റായി. സോ എല്ലാം ഹറിബറി ആയിരുന്നു. ആൻഡ് നമ്മൾ ഓട്ടോയിലാണ് നോർമലി കലാസിപ്പാളയം പോവാറ്. ബട്ട് അന്ന് ലഗേജ് ഉള്ളത് കാരണം നമ്മൾ ക്യാബ് ബുക്ക് ചെയ്യുക ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ നല്ല രീതിക്ക് ട്രാഫിക് ഉണ്ടായിരുന്നു. കുറേ ടൈം നമ്മൾ പോസ്റ്റായി, നമുക്ക് ബസ് മിസ്സാവുമെന്ന് വരെ വിചാരിച്ചു. ബട്ട് നമ്മുടെ ബാംഗ്ലൂരിലത്തെ ഡ്രൈവർ ചേട്ടന്മാർ നമ്മൾ കറക്റ്റ് സമയത്താണ് നമ്മളവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഫീലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിലത്തെ ഓട്ടോ ചേട്ടന്മാരാണ് കുറച്ചും കൂടെ സ്പീഡ്, ലൈക്ക് ക്യാബിനേക്കാൾ കുറച്ചും കൂടെ സ്പീഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഓട്ടോ ചേട്ടന്മാരാണ്. കാരണം ഞാൻ ഓട്ടോയിലാണ് നോർമലി കലാസിപ്പാളയം പോവാറ്. ഫൈനലി 1 hourലെ ട്രാഫിക്കും പോസ്റ്റും എല്ലാം കഴിഞ്ഞ് നമ്മൾ റീച്ച് ചെയ്തു കലാസിപ്പാളയം. നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ ഇറക്കി. ആൻഡ് നമ്മൾ അശോക ട്രാവൽസിലാണ് നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളവിടെ എത്തിയ സമയത്ത് അശോക ട്രാവൽസിൻ്റെ സെമി സ്ലീപ്പർ ബസ് അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ സ്ലീപ്പർ ബസ്സായിരുന്നു ബുക്ക് ചെയ്തത്. ഒരു 15 minutesൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ബസ് അവിടെ റീച്ച് ആയിട്ടുണ്ട്. ബസ് വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ സേഫായിട്ട് വെച്ചു. അതിനുശേഷം നമ്മൾ ബസ്സിൽ കയറി. നമ്മൾ ലോവർ ബർത്തായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ബാഗും കാര്യങ്ങളൊക്കെ നമ്മൾ സേഫായിട്ട് നമ്മുടെ സീറ്റിൻ്റെ സൈഡിൽ തന്നെ വെച്ചു. അങ്ങനെ നമ്മൾ കയറി. ഒരു 15 minutesൻ്റെ ഉള്ളിൽ തന്നെ അവിടുന്ന് ബസ് എടുത്തിട്ടുണ്ടായിരുന്നു. എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ലൈറ്റ് ഓഫ് ചെയ്തത്. ബസ് അപ്പം ബാംഗ്ലൂരിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ 1 o'clock എല്ലാം ആകുമ്പം ഒന്ന് നിർത്തും നമുക്ക് വാഷ്റൂമിലെല്ലാം പോകാൻ വേണ്ടിയിട്ട്. നോർമലി ഞാൻ ആ ടൈമിൽ എഴുന്നേൽക്കാറുണ്ട്. ബട്ട് അന്നേ ദിവസം ഞാൻ എഴുന്നേറ്റില്ല. സോ അതിൻ്റെ ക്ലിപ്പ് എൻ്റെ കയ്യിലില്ല. അവിടുന്ന് ബസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇറങ്ങേണ്ട സ്ഥലത്തേ വണ്ടി നിർത്തുള്ളൂ. മോർണിംഗ് ഒരു 5:55 ആയപ്പോഴേക്കും നമ്മൾ കണ്ണൂർ റീച്ച് ആയിട്ടുണ്ടായിരുന്നു. ഏട്ടൻ്റെ അച്ഛനാണ് നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്നു പറഞ്ഞേ. കണ്ണൂർ അശോക ട്രാവൽസിൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇറങ്ങി ലഗേജും കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തേക്ക് വെച്ചു. കുറച്ച് സമയം അവിടെ പോസ്റ്റായി. അച്ഛൻ വരാൻ കുറച്ച് ലേറ്റായി. ബസ് ഇറങ്ങിയിട്ട് ഞാൻ ഏട്ടനോട് പറയുമായിരുന്നു, 3 മാസം കൊണ്ട് കണ്ണൂരിൽ നമ്മൾ ആ ഇറങ്ങിയ ഏരിയ കുറച്ച് ഡെവലപ്പായ പോലെ, ഫുഡ് പാത്തും കാര്യങ്ങളൊക്കെ നമ്മൾ പോകുമ്പോൾ ഉണ്ടായിരുന്നതല്ല നമ്മൾ വന്നപ്പോൾ കണ്ടത്. അങ്ങനെ കുറച്ച് സമയം പോസ്റ്റ് ആയതിനു ശേഷം അച്ഛൻ വന്നു. നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ കാറിൽ കയറ്റി. അതിനുശേഷം കാർ എടുത്തത് ഏട്ടനാണ്. ഞാൻ ഏട്ടനോട് ഓൾറെഡി ബസ്സിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചൂട് ചായ വേണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു മിൽമാൻ്റെ ഷോപ്പ് ഓപ്പൺ ആയത് കണ്ട് അങ്ങനെ ഞാനും അച്ഛനും ഏട്ടനും കൂടെ ഇറങ്ങി. 3 പേരും നല്ല സ്ട്രോങ് ചായയും നല്ല ചൂടായിട്ടുള്ള സ്നാക്സും കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് വീട്ടിലേക്കാണ്. അങ്ങനെ 3 മാസത്തിന് ശേഷം നമ്മൾ കണ്ണൂർ വീണ്ടും എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. നമ്മൾ കണ്ണൂരിൽ നിന്ന് റിട്ടേൺ ബാംഗ്ലൂർ എത്തി. എനിക്ക് കണ്ണൂരിൽ നിന്ന് എഡിറ്റ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 2-3 ഡേയ്സിനുള്ളിൽ തന്നെ നമ്മൾ റിട്ടേൺ വന്നിട്ടുണ്ടായിരുന്നു. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.